Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. വീടുകളിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന വസ്ത്രങ്ങളും മറ്റ് അവശ്യ വസ്തുക്കളും ആവശ്യക്കാരിലേക്കെത്തും. അങ്കമാലി നഗരസഭാ കൗൺസിലർ AV രഘുവിന്റെ നേതൃത്വത്തിലുള്ള കൗൺസിലർ ടീമിന്റേതാണ് ഈ മാതൃകാ പ്രവർത്തനം. ഷർട്ടും പാന്റും സാരികളും എന്നുവേണ്ട എല്ലാത്തരം സാമഗ്രികളും ആവശ്യത്തിലേറെ ഉള്ളവർ സമൂഹത്തിൽ നിരവധിയുണ്ട്. അലമാരകളിലും വീടിന്റെ അകത്തളങ്ങളിലുമായി ഇവയെല്ലാം കുന്നുകൂടി കിടക്കുകയും ചെയ്യും. എന്നാൽ ഇത്തരം അവശ്യ വസ്തുക്കൾ പേരിന് പോലും ഇല്ലാത്തവരും സമൂഹത്തിലുണ്ട്. ഈ ഒരു തിരിച്ചറിവാണ് അങ്കമാലി നഗരസഭയിലെ 10ാം വാർഡ് കൗൺസിലർ AV രഘുവിന്റെ കൗൺസിലർ ടീമിനെ വേറിട്ട ശ്രമദാനത്തിലേക്ക് നയിച്ചത്. ടീം ലീഡർ KS സുപ്രിയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വേങ്ങൂർ പ്രദേശത്തെ വീടുകളിൽ നിന്ന് വസ്ത്രങ്ങളടക്കമുള്ള എല്ലാത്തരം വീട്ടുസാമഗ്രികളും ശേഖരിക്കുന്നത്. ഈ വസ്തുക്കളെല്ലാം തരംതിരിച്ച് കവറുകളിലാക്കി ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗൂഞ്ച് എന്ന NGO സംഘത്തിന് കൈമാറും. പലപ്പോഴായി ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൗൺസിലർ ടീം നടത്തിവരുന്നതായി ടീം അംഗങ്ങൾ പറയുന്നു. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ഗൂഞ്ചിന്റെ കളക്ഷൻ നടത്തുന്നത്. ഗൂഞ്ച് എന്ന് പറയുന്നത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു NGO ആണ്. ഒരു പഴയ വസ്ത്രങ്ങൾ, ബാഗ്, ചെരുപ്പ്, പിന്നെ എല്ലാ ഹൗസ് ഹോൾഡ് ഐറ്റംസും എടുത്ത് അവർ അർബൻ ഏരിയാസിൽ നിന്ന് എടുത്തിട്ട് റൂറൽ ഏരിയാസിൽ പാക്കേജ് ചെയ്ത് ഓരോ ഫാമിലീസിൽ കൊടുക്കുന്നതാണ്. ഇപ്പം നമ്മൾക്ക് ഇവിടെ ഈ നാട്ടിൽ നമ്മുടെ വാർഡിലും ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ നിന്നൊക്കെ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത തുണികളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കളക്ഷൻ പോയിന്റിൽ വെക്കുകയാണ്. അപ്പോൾ അത് എല്ലാവർക്കും വളരെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കൂടുതലും നമ്മൾ യൂണിഫോംസ്, അപ്പോൾ സ്കൂളിൽ ഏപ്രിൽ ടൈമിലാണ് നമ്മൾ സാധാരണ കളക്ഷൻ വെക്കാറ്. അപ്പോൾ സ്കൂൾ യൂണിഫോംസ്, ബാഗ്സ്, ബെൽറ്റ്സ്, ബാഗ്സ്, ഈവൻ വാട്ടർ ബോട്ടിൽസ് എല്ലാം അവർ കുട്ടികൾ റീസൈക്കിൾ ചെയ്യാനായിട്ട്, അപ്സൈക്കിൾ ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് നൽകുന്നു. ഇത് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ഒരു ചാരിറ്റി കോൺസെപ്റ്റ് അല്ല, ഇത് ജസ്റ്റ് സസ്റ്റൈനബിലിറ്റി. എങ്ങനെ നമുക്കുള്ള കാര്യങ്ങൾ, സാധനങ്ങൾ എങ്ങനെ അത് നല്ല രീതിയിൽ പുനരുപയോഗിക്കാം എന്നുള്ളൊരു ഐഡിയയാണ്. ഞാനിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇത് കൊടുക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ വന്ന് കളക്ഷൻ ചെയ്യുന്ന കാരണം നമുക്ക് വലിയ സന്തോഷമുണ്ട്. കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ഒരു കാര്യം നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ നിറയെ ഇങ്ങനെ ഉപകാരപ്രദമല്ലാത്ത കുറേ സാധനങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ്. അതെല്ലാം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണെങ്കിൽ നമുക്കിത് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുള്ളതായിട്ട് കാണുന്നില്ല. നല്ലൊരു സംഭവമാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഈ ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാരിലേക്ക് എത്തിച്ചേരും. തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് ആവശ്യക്കാരെ കണ്ടെത്തുന്നത് എന്ന് ഗൂഞ്ച് സന്നദ്ധ സംഘടനാ പ്രതിനിധി നിജിൽ പറഞ്ഞു. എൻ്റെ പേര് നിജിൽ. ഞാൻ വർക്ക് ചെയ്യുന്ന ഗൂഞ്ച് എന്നുള്ളൊരു സന്നദ്ധ സംഘടനയിലാണ്. അത് ഡൽഹി ബേസ്ഡ് ഒരു NGO ആണ്. സൊസൈറ്റി ആക്ടിൽ രജിസ്റ്റർ ചെയ്ത ഒരു NGO. 25 വർഷമായിട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഈ ഫ്ലഡിന് ശേഷമാണ് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഒരു 3 കൊല്ലമായിട്ട് ഇവിടുന്ന്, അതായത് ഈ സുപ്രീമിൻ്റെ സഹായത്തോടെ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വീടുകളിൽ ഉപയോഗിക്കാണ്ട് മാറ്റിയിട്ടിരിക്കുന്ന മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട് അത് സോർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻലി നമ്മൾ കളക്ട് ചെയ്യുന്നത് ബേസിക്കലി തുണിയാണ്. തുണി അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തുണികൾ നമ്മൾ ഉപയോഗിക്കും. അങ്ങനെ തന്നെ ആളുകളിലേക്ക് എത്തിക്കുക തന്നെ. ഉപയോഗിക്കാൻ പറ്റാത്തവരെ നമ്മൾ സോർട്ട് ചെയ്ത് അത് മറ്റ് പ്രൊഡക്ട്സ് ആക്കി മാറ്റുന്നത്. മറ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് തുണിയുടെ സഞ്ചി, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതായിട്ട് തുണിയുടെ സഞ്ചി അല്ലെങ്കിൽ തുണിയുടെ കയറ്, അങ്ങനെ മറ്റ് പ്രൊഡക്ട്സ് ആക്കി മാറ്റി അത് നമ്മൾ ഒരു CFW എന്നുള്ളൊരു പ്രൊജക്റ്റിലൂടെ ആളുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് 5 ഫീൽഡ് ഓഫീസുകളുണ്ട് ഈ കേരളത്തിൽ തന്നെ. ഇടുക്കി, വയനാട്, മലപ്പുറം, പാലക്കാട്, ആലപ്പുഴ. അപ്പോൾ അവിടുത്തെ നമ്മളെപ്പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ടീം മെമ്പേഴ്സ് അവിടെ ചെന്ന് പഞ്ചായത്തുകളിലും മറ്റും നമ്മൾ എങ്ങനെയാണ് വർക്കിംഗ് രീതി കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെയാണ് നമ്മൾക്ക് ഈ പറഞ്ഞ ആളുകളെ എന്താ പറയുക കാണിച്ചു തരുന്നത്. നമ്മൾ ബേസിക്കലി ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു 6 മാസം കൂടുമ്പോഴൊക്കെയാണ് ഒരു കളക്ഷൻ ഡ്രൈവ് വെക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ദിവസങ്ങൾ നീണ്ട ശ്രമദാനത്തിലൂടെയാണ് വസ്തുവകകൾ ശേഖരിക്കുന്നത്. സ്ത്രീകൾ അടക്കമുള്ള കൗൺസിലർ ടീം അംഗങ്ങൾ ശ്രമദാനത്തിന് മുന്നിട്ടിറങ്ങും. പ്രദേശത്തെ എല്ലാ കുടുംബങ്ങളും സേവന പ്രവർത്തനങ്ങളുമായി സഹകരിച്ചു വരുന്നതായി കൗൺസിലർ ടീം അംഗങ്ങൾ പറയുന്നു.
പൊതുരംഗത്ത് എന്ന പോലെ ജീവകാരുണ്യ മേഖലകളിലും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് AV രഘുവിന്റെ കൗൺസിലർ ടീം നടത്തിവരുന്നത്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.